മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. മേഘാമിസ് ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഇതിനകത്ത് വരുന്ന ഒരു മേജർ ഏരിയയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഈ പാർട്ട്ണർഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി പഠിക്കാനുള്ളത് എത്ര പാർട്ട്നേഴ്സിനെ കുറിച്ചാണ്? 6 പാർട്ട്നേഴ്സിനെ കുറിച്ചാണ്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ആക്റ്റീവ് പാർട്ട്ണർ ഉണ്ട്, സ്ലീപ്പിംഗ് പാർട്ട്ണർ ഉണ്ട്, സീക്രട്ട് പാർട്ട്ണർ ഉണ്ട്, നോമിനൽ പാർട്ട്ണർ ഉണ്ട്. ആക്ച്വലി ഇവർ 4 പേരുമാണ് നമ്മുടെ ഓർഗനൈസേഷന്റെ ശരിക്കുള്ള പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഇനി 2 പേരും കൂടി ഉണ്ട്. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പിലും അതുപോലെ തന്നെ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ടും ആണ്. ഇവരെന്തല്ല നമ്മുടെ ഓർഗനൈസേഷനിലെ ശരിക്കുള്ള പാർട്ട്നേഴ്സ് അല്ല, അവരെന്തെല്ലോ സാഹചര്യം വെച്ചാൽ എന്താവുന്നതാണ്, പാർട്ട്നേഴ്സ് ആയിട്ട് മാറുന്നതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആക്ച്വലി ആ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഫസ്റ്റ് ആളെ കുറിച്ചാണ്, നമ്മുടെ ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ആരാണ് ഒരു ആക്റ്റീവ് പാർട്ട്ണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിൽ എന്ത് ചെയ്യുന്ന, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രോഫിറ്റും ലോസസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താണ് അതെല്ലാം വഹിക്കുന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണടാ, അൺലിമിറ്റഡ് ആണ്. ഈ ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്റ്റീവ് പാർട്ട്ണർ. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ പ്രോഫിറ്റും ലോസും എല്ലാം ഷെയർ ചെയ്യുന്നു, അതുപോലെ അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ടുള്ള ആളാണ് നമ്മുടെ ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണ്. ആരാണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ഡോർമെന്റ് പാർട്ട്ണർ എന്നാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ത് ചെയ്യുന്നു, അദ്ദേഹം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യുന്നില്ല, ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ സൈഡ് കൊടുത്തതുപോലെ കിടന്ന് ഉറങ്ങുന്ന പരിപാടിയാണ് അദ്ദേഹത്തിന് മെയിൻ ആയിട്ടുള്ളത്. ഇനി എന്താണ്, അതുപോലെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റും ലോസും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നതും എന്താണ്, അൺലിമിറ്റഡ് തന്നെയാണ്. നമ്മുടെ ആക്റ്റീവ് പാർട്ട്ണറെ പോലെ തന്നെയാണ്. ഒരു കാര്യം മാത്രമേ വ്യത്യാസമുള്ളൂ, എന്ത് ചെയ്യുന്നില്ല, ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നില്ല. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ സീക്രട്ട് പാർട്ട്ണർ ആണ്. ആരാണ് ഒരു സീക്രട്ട് പാർട്ട്ണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ്, സീക്രട്ട് ആയിട്ട് നിൽക്കുന്ന ആളാണ്. നമ്മുടെ ജനറൽ പബ്ലിക്കിന് എന്ത് ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ട് പാടില്ല, ഈ ഒരു പാർട്ട്ണർ നമ്മുടെ ഫേമിന്റെ പാർട്ട്ണർ ആണെന്ന് ജനറൽ പബ്ലിക്കിന് അറിയില്ല. നമ്മുടെ ഫേമിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇത്തരത്തിലുള്ള പാർട്ട്ണറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീക്രട്ട് പാർട്ട്ണർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നോമിനൽ പാർട്ട്ണർ ആണ്. ആരാണ് നോമിനൽ പാർട്ട്ണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നോമിനൽ പാർട്ട്ണർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് വെച്ച്, അതായത് അദ്ദേഹത്തിന്റെ നെയിം നമ്മൾ മറ്റൊരാൾക്ക് കൈമാറുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, എന്റെ പേര് വെച്ചിട്ട് നിങ്ങൾ ഫേം നടത്തിക്കോളൂ, നിങ്ങൾ ബിസിനസ് നടത്തിക്കോളൂ എന്ന് പറയുന്ന അത്തരത്തിലുള്ള പാർട്ട്ണറാണ് നമ്മുടെ നോമിനൽ പാർട്ട്ണർ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ക്യാപിറ്റൽ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പേര് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ബിസിനസ് നടത്തിക്കോളൂ, അങ്ങനെ നിങ്ങൾക്ക് ബിസിനസ് കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പാർട്ട്നേഴ്സ് അല്ലാത്ത ആളുകളാണ്, പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. ആരാണ് ഒരു പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ കണ്ടക്ട് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇനീഷ്യേറ്റീവ് കൊണ്ടോ മറ്റുള്ള ആളുകൾക്കിടയിൽ അദ്ദേഹം പാർട്ട്ണർ ആണ് എന്ന് ചെയ്യുന്ന അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്ന തരത്തിൽ എന്ത് ചെയ്യുന്ന റിയാക്ഷൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ബിഹേവിയറിലൂടെയോ അല്ലെങ്കിൽ ഇംപ്രഷനിലൂടെയോ മറ്റൊരാൾക്ക് എന്ത് തോന്നുകയാണ്, അദ്ദേഹം പാർട്ട്ണർ ആണ് എന്ന് തോന്നുകയാണ്. അദ്ദേഹം എന്താണ്, നമ്മുടെ ഡെപ്റ്റില് ലയബിൾ ആണ്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ ഇവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, അൺലിമിറ്റഡ് ആണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് ആണ്. അതായത് നമ്മുടെ ഈ ഒരു പാർട്ട്ണറിന്റെ പേര് വെച്ചിട്ട് മറ്റൊരാൾ എന്ത് ചെയ്യാണ്, ബിസിനസ് നടത്തുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുകയാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള പാർട്ട്നേഴ്സിനെയാണ് നമ്മൾ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അവരെന്ത് ചെയ്യുന്നു, അവരെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ സമ്മതിക്കുകയാണ്. ഇത്തരത്തിലുള്ള പാർട്ട്നേഴ്സിനെയാണ് നമ്മൾ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും സിമ്പിൾ ആയിട്ട് തന്നെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ മക്കളെ, ഹാപ്പി ലേണിംഗ്.